തമിഴ്നാട്ടിൽ TVKക്ക് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം ഉടൻ. വിഷയം ചർച്ച ചെയ്യാൻ തമിഴ്നാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉടൻ ചേരും. ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. അതേസമയം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ വിജയ് നാളെ ഗവർണറെ കാണും. മറ്റന്നാൾ ചെന്നൈയിൽ സത്യപ്രതിജ്ഞ നടക്കും. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. ആദിൽ, അപ്പോൾ വിജയ്ക്ക് TVKക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ളത് തമിഴ്നാട് PCC ആദ്യം തന്നെ അറിയിച്ചിരുന്നു. വിജയ് പിന്തുണ തേടി തങ്ങളെ ബന്ധപ്പെട്ടു എന്ന് ഹൈക്കമാൻഡും പറഞ്ഞു. തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശം തമിഴ്നാട് PCCക്ക് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു. പരസ്യമായി അല്പസമയം മുമ്പ് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ? TVK ക്യാമ്പിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ? സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ TVKക്കൊപ്പം ചേരേണ്ട എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ ദില്ലിയിൽ യോഗം ചേർന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് തടയിടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമല്ല രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും KC വേണുഗോപാലും ചേർന്നെടുത്ത തീരുമാനം. അത് തമിഴ്നാട്ടിൽ തീരുമാനമെടുക്കട്ടെ, തമിഴ്നാട് രാഷ്ട്രീയകാര്യ സമിതി കൂടട്ടെ എന്നതായിരുന്നു അതിനുശേഷം KC വേണുഗോപാൽ പറഞ്ഞത്. ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് രാത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ്. ഓൺലൈനായി യോഗം ചേർന്ന് TVKക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അത് അന്തിമമായ തീരുമാനമെടുക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാളെ ഗവർണറെ കാണാനുള്ള നീക്കത്തിലേക്ക് വിജയും പോകുന്നത്. നാളെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാനാണ് നീക്കം. മറ്റന്നാൾ ചെന്നൈയിൽ സത്യപ്രതിജ്ഞ നടത്തും. ഏതൊക്കെ MLA-മാരുടെ പിന്തുണ ഇനിയും ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. കാരണം 108 സീറ്റുകൾ മാത്രമുള്ള TVKക്ക് ഭരണം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ, ഭരണം സ്ഥിരമാക്കണമെങ്കിൽ 118 സീറ്റുകൾ അംഗബലം വേണ്ടതാണ്, കേവല ഭൂരിപക്ഷം വേണ്ടതാണ്. 5 സീറ്റുകൾ കോൺഗ്രസ് നൽകിയാൽ തന്നെ ബാക്കി 5 സീറ്റുകൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും CPI, CPM, മുസ്ലിം ലീഗ് 2 വീതം സീറ്റുകളുള്ള ഈ പാർട്ടികളുടെ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ഏതായാലും തമിഴ്നാട്ടിലൊരു സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപിക്കാനായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ പോവുകയാണ് ഇന്ന് രാത്രി തന്നെ. ശരി, അതിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 234 അംഗ നിയമസഭ, 118 സീറ്റുകൾ വേണം ഭരിക്കാൻ. നിർഭാഗ്യവശാൽ 107 സീറ്റാണ് വിജയ്ക്ക് ലഭിച്ചത്. അപ്പോൾ മറ്റ് പാർട്ടികളുടെ ഒരു പിന്തുണ ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില പാർട്ടികളുണ്ടല്ലോ, ഇപ്പോൾ CPI, CPM, അതോടൊപ്പം ലീഗ്, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ. അപ്പോൾ MK സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു ഇന്ത്യ മുന്നണി ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് തമിഴ്നാട്ടിലാണ്. MK സ്റ്റാലിനോട് ചേർന്ന് നിൽക്കുകയാണ്. MK സ്റ്റാലിൻ വലിയ പരിഗണന അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ഏത് വിജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിലാണെങ്കിലും ഒരു മടിയും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാലിനെ ഉപേക്ഷിച്ച് ഒരൊറ്റ തോൽവിയുടെ പേരിൽ എങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് വിജയോടൊപ്പം പോകും? സ്ഥാനമോഹത്തിന് വേണ്ടി അങ്ങനെ നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടുന്നത് ശരിയാണോ? അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവില്ലേ സ്വാഭാവികമായും?